August month was the full-time wedding season for our family. ആദ്യം ഷൗണിന്റെ കല്യാണം, പിന്നെ റിസപ്ഷൻ, ഷൗണിന്റെ അളിയന്റെ കല്യാണം, റിസപ്ഷൻ, അങ്ങനെ നമ്മൾ കാസർഗോഡ് ടു ഏറ്റുമാനൂർ, ഏറ്റുമാനൂർ ടു എറണാകുളം, അങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. And you know, this is the final കലാശക്കൊട്ട് കല്യാണം. Actually, traveling through Vande Bharat is such a comfortable experience. എങ്കിലും അവരുടെ ഫുഡൊക്കെ കുറച്ച് നന്നാക്കാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. This time surprisingly വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഫുഡ് കഴിച്ചു, പിന്നെ ഉറങ്ങി, പിന്നെ എഴുന്നേറ്റ് വീണ്ടും കാഴ്ചകൾ കണ്ടു, വീണ്ടും ഉറങ്ങി, പിന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വീണ്ടും കിളി പോയിരിക്കും, അപ്പൊ വീണ്ടും ഒരു കോഫി ഉണ്ടാരും. ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ വാച്ച് ടിൽ എൻഡ് ടു സീ എന്തോ വലുത് വരാനിരിക്കുന്നു ഗോയ്സ്. ആക്ച്വലി ഇപ്പൊ നമ്മൾ കോട്ടയം പോയിട്ട് വരുന്ന പോലെയാണ് വന്ദേ ഭാരതിൽ കാസർഗോഡ് വരെ പോയി വരുന്നത്. കാസർഗോഡ് എത്തിയപ്പോ മറിയത്തിന് ഉപ്പ വാസ് വെയിറ്റിംഗ് ടു പിക്ക് us. ചുറ്റും ഓണ ബഹളങ്ങളായിരുന്നു. ഓണത്തിന്റെ അത്തപ്പൂ, ഫുഡ്, സാരി ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നല്ല കോഴി ബിരിയാണിയും ചെമ്മീനും തട്ടിയിട്ട് ക്യൂട്ട് ഹയയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ആക്കി. അവളുടെ സ്ലാങ് എനിക്കും എന്റെ സ്ലാങ് അവൾക്കും മനസ്സിലായില്ലേലും ഞങ്ങൾ പെട്ടെന്ന് സെറ്റായി. സോ യെസ്, നൗ വി ആർ ഓൾ റെഡി ടു അറ്റൻഡ് റിസപ്ഷൻ. ഓക്കെ, ആക്ച്വലി ഓണം ഷൂട്ട് ബേക്കലി നടത്തണമെന്ന് വിചാരിച്ച് സാരി വരെ പ്ലീറ്റ് എടുത്താണ് കൊണ്ടായത്. ഓക്കെ, നിങ്ങളിപ്പോ റിസപ്ഷന്റെ പരിപാടി കാണുക. ദിസ് ഇസ് എ ബ്രൈഡ് ആൻഡ് ഗ്രൂം. നമ്മൾ സ്നാക്സിൽ തുടങ്ങി, പിന്നെ കാസർഗോഡ് കുറച്ച് ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇന്നത്തെ മറിയത്തിന്റെ ഷൗണിന്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഹിയർ ഈസ് എ ക്യൂട്ട് ഹയ. നമ്മൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് യു നോ, ആക്ച്വലി ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹെവി ടൂത്തേക്കാണ്. എന്നിട്ട് ഞാൻ ഡോളോ ഒഴിച്ചിട്ട് ഇറങ്ങിയേ. പിന്നെ മെഫ്താല് പോയി ഞാനും ഒത്തിച്ചൂടെ മേടിച്ചു, പെയിൻ ഔട്ട് മേടിച്ചു, ഒരു കുറവുമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു. ശുഭം.